ഇന്ന് മിസ് വന്നേക്കണത് പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ്. സാറിന്റെ ചാപ്റ്റർ സാർ തന്നെ തീർത്തോളും. നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേരാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ്. നിങ്ങളെ സ്കൂളിൽ എടുത്തിട്ടുണ്ടാവാം, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പോ ഒരാളെ വിളിക്കും മിസ്സേ. ഒരാളെ വിളിക്കാം. ആരാണ്? ഐശ്വര്യ. ഹലോ, എന്താടാ മോനെ ലോക്കോമോഷൻ ആൻഡ് ലോക്കോമോഷൻ എന്ന വേർഡ് കേൾക്കുമ്പോ എന്താ തോന്നണേ? ബോൺസോ? ബോൺസിനെയാണോ ലോക്കോമോഷൻ എന്ന് പറയുമ്പോ തന്നെ നിനക്ക് ഓർമ്മ വരണേ? ആണ്. സ്കൂളിൽ പഠിപ്പിച്ച ചാപ്റ്റർ എടുത്ത് പഠിച്ചപ്പോ? ഇല്ല, അതില്ല. ഞങ്ങൾ സ്കൂളിൽ തീർന്നോ? പോർഷൻസ് ഒക്കെ തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. അപ്പൊ ഇത് റിവിഷൻ ഒന്നും ആയിട്ടുണ്ടാവൂല അല്ലെ? അപ്പൊ നമുക്ക് ഇന്നോട്ട് പഠിച്ചാലോ? കൂടെ പഠിച്ചോ പഠിപ്പിക്കുമ്പോ? ഓക്കെ, ഇനി ഒരാളെ കൂടെ വിളിക്കും ടീച്ചർ. ആമോസ്. എടാ ആമോസേ, സ്കൂളിൽ കഴിഞ്ഞോ ഈ ചാപ്റ്റർ? ഇല്ല. എന്നാലും ഈ വേർഡ് ലോക്കോമോഷൻ എന്ന വേർഡ് കേൾക്കുമ്പോ എന്താണ് മനസ്സിലാവണേ? മോഷൻ. അത് തന്നെ, മോഷൻ. വെരി ഗുഡ്. മോഷൻ എന്നൊരു വാക്കാണ് നമുക്ക് ലോക്കോമോഷൻ എന്ന വേർഡിൽ നിന്ന് അല്ലെ കിട്ടുന്ന ഒരു, അതിനകത്ത് തന്നെ കിടപ്പുണ്ട് മോഷൻ എന്നുള്ളത്. അതായത് മൂവ്മെന്റ് അല്ലെ. നമ്മള് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ്, അതെങ്ങനെയാണ് അതിന്റെ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് ഫ്രഷ് ആയിട്ട് കിടക്കുകയാണ് രാവിലെ തന്നെ. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ്. അതിനകത്ത് മൂവ്മെന്റ്സ് എന്താണ് ഈ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരാളെ വിളിക്കാൻ ടീച്ചർ. ശിവകൃഷ്ണ. ശിവ, ഹലോ. എടാ, എന്താണ് മൂവ്മെന്റ്സ്? എങ്ങനെ നമുക്ക് മനസ്സിലാവാം ഒരാൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ പോലെ മലയാളത്തിൽ പറഞ്ഞാലും മതി, എങ്ങനെ പറയാൻ പറ്റും? മിടുക്കൻ. പൊസിഷൻ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് പറയാം അവിടെ ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലെ. ഒരു പൊസിഷനിലുള്ള ഒരു ചേഞ്ചിനെ നമുക്ക് കാണിക്കാൻ പറ്റും. എന്താന്ന്? മൂവ്മെന്റ് എന്ന് പറയാം. ദ ആക്ട് ഓഫ് ചേഞ്ചിങ് എ പ്ലേസ് ഓർ പൊസിഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ലേ? എന്താണ് മൂവ്മെന്റ്സ് എന്ന് കിട്ടിയല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലൈനോടുള്ള റെസ്പോൺസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ, അതായത് ഒരു പൊസിഷനിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ മൂവ്മെന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ മൂവ്മെന്റ്സ് എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ഒരു ഫുൾ ബോഡീനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന അല്ലെ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കൈ മൂവ് ചെയ്യണതല്ല, നമ്മളൊരു പൊസിഷൻ, അതായത് നമ്മുടെ ഫുൾ ബോഡി എൻറ്റയർ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? ഇനി ഒരാളെ വിളിക്കും സാർ. ടീച്ചറെ. ന്യൂഫ ആണോടാ? അങ്ങനെയാണോ ഡോക്ടർ പ്രൊനൗൺസ് ചെയ്യണേ? ആണ്. ഇന്ന് സ്കൂളില്ലേ? അൺമ്യൂട്ട് ചെയ്തേടാ. അൺമ്യൂട്ട് ആയാ? ഹലോ, ഇല്ല, അൺമ്യൂട്ട് ആയില്ലടാ. ഓക്കേടാ, സാരില്ല, അടുത്ത ആളെ വിളിക്കാം മിസ്. ഓക്കെ, എബിനെ. എബിനല്ലേ? എബിൻ. എബിൻ കേക്കുന്നില്ലേടാ? എന്താണ് പരിപാടി? അവിടെ അപ്പുറത്ത് ആരും ഇല്ലല്ലോ. ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. Training of protoplasm in the unicellular organism like amoeba is a simple form of movement. Movement of eyelids, jaws, tentacles, cilia, etc. example. Okay, അതായത് അമീബയൊക്കെ സംഭവിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു സ്ട്രീമിങ് കൂടെയാണ് അവരുടെയൊക്കെ ഒരു മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ അല്ലാണ്ടുള്ളതോ, ഇപ്പൊ ടെന്റക്കിൾസിന്റെ മൂവ്മെന്റ്സ് പറയാം, ഐലിഡ്സിന്റെ മൂവ്മെന്റ്സ് പറയാം. അപ്പൊ നമ്മുടെ വേറെ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് മൂവ്മെന്റ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാലും ലോക്കോമോഷനിലേക്ക് വരുമ്പോൾ എന്താണ്?
കംപ്ലീറ്റ് ചേഞ്ച് ഓഫ് എ ബോഡിയാണ് നമ്മൾ പറയുക. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ലോക്കോമോഷൻ എന്നുള്ളത്. അതായത് വോളണ്ടറി ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്. അതായത് നമ്മൾ വിചാരിച്ച് നമ്മളാൽ നമ്മുടെ ബോധത്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ ലോക്കോമോഷൻ എന്ന് പറയുന്നത് എനിക്കിപ്പോ നടക്കണ്ട എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എനിക്ക് ഓടണ്ട എന്ന് തോന്നിയാൽ എനിക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ, എനിക്ക് ഓടണ്ട അല്ലെങ്കിൽ ഞാൻ നടക്കില്ല എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെയാണ് അങ്ങനെയാണ് ലോക്കോമോഷൻ. അതുകൊണ്ടാണ് ലോക്കോമോഷൻ എന്ത് വിളിക്കുന്നത്? വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? അതുകൊണ്ടാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത് വോളണ്ടറി മൂവ്മെന്റ്സ് ആയത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സെറ്റാണോ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബോഡിയുടെ വൺ പ്ലേസ് ടു അനദർ മാറുന്നതുണ്ട്, അതിനെ നമ്മൾ ലോക്കോമോഷൻ എന്ന് വിളിക്കുന്നു. സ്വിമ്മിങ്, ഫ്ലൈയിങ്, വാക്കിംഗ്, റണ്ണിങ് ഇതെല്ലാം ലോക്കോമോഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഓരോ ഓർഗാനിസത്തിനെ നോക്കിയാലും അവരുടെ ലോക്കോമോഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാരമീഷ്യത്തിനെ സംബന്ധിച്ച് അതിന്റെ പുറമെ ചെറിയ ചെറിയ നാര് പോലത്തെ സാധനമുണ്ട്, അതിനെ നമ്മൾ സീലിയ എന്നൊക്കെ വിളിച്ചു. സീലിയയുടെ മൂവ്മെന്റ്, സീലിയയുടെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡ് ഉള്ളൊരു മൂവ്മെന്റ് ആണ് അവർക്ക് ലോക്കോമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ പാരമീഷ്യത്തിന്റെ കേസിൽ സീലിയയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാ. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു പാരമീഷ്യ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു സാധനങ്ങളുണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ സീലിയ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അതിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ മൂവ്മെന്റ് സംഭവിക്കുക. ഇനി ഹൈഡ്രയുടെ കേസിലോ അവർക്കൊരു ടെൻഡക്കിൾ ഉണ്ട്, ആ ടെൻഡക്കിളിന്റെ പ്രസൻസിലാണ് അവരെന്ത് ചെയ്യുക? ഹൈഡ്രയുടെ മൂവ്മെന്റ് നടക്കുക. അപ്പൊ ഓരോ ഓർഗാനിസം നോക്കിയാലും അവരിൽ എന്ത് കാണാൻ നമുക്ക് സാധിക്കും? പല പല സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ ലോക്കോമോഷൻ ഉപയോഗിക്കാം. നമ്മുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിംസ് ആണുള്ളത് അല്ലെ. ആനിമൽസിന്റെ കേസിൽ നമുക്ക് ലിംസ് ഉണ്ട്, ലിംസ് ആണ് നമുക്ക് മൂവ്മെന്റിന് സഹായിക്കാം. ഇത്രയും സെറ്റ് അല്ലേ? ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ടൈപ്പ് ലോക്കോമോഷൻസ് ഉണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. എല്ലാവരും ഒരേ രീതിയിലല്ല എന്ന് മിസ് പറഞ്ഞു. പലവർക്കും പല ഓർഗൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ് ലോക്കോമോട്ട് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെന്റ്സിലും എന്തുണ്ട്? അതനുസരിച്ച് വ്യത്യാസമുണ്ട്. 3 തരത്തിലാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കുക. അമീബോയിഡ് മൂവ്മെന്റ്സ്, അതായത് അമീബയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആ ബോഡിയിലെ പ്രോട്ടോപ്ലാസം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്ത് പോവുക. അപ്പൊ അതിനെയാണ് അങ്ങനെ അമീബയുടെ മൂവ്മെന്റ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം വഴി അവരെന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് പോണതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അമീബോയിഡ് മൂവ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി സീലിയറി മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സീലിയാസ് എന്ത് ചെയ്യുന്നു? സീലിയാസ് അവരുടെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഉള്ള അവരുടെ മൂവ്മെന്റ്സ് കാരണം സംഭവിക്കുന്ന ഒരു ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീലിയറി മൂവ്മെന്റ്സ് എന്ന് വിളിക്കുക. ഇനി നമ്മുടെ ഉള്ളിലും എന്തുണ്ട്? സീലിയാസ് ഉണ്ട്. അതായത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഇങ്ങനെ 2 കൈയൊക്കെ ഉള്ള സാധനം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കുഞ്ഞു ക്ലാസ്സിൽ. ഇങ്ങനെ കൈയൊക്കെ ഉള്ള 2 സാധനം പോലെ ഓർമ്മയുണ്ടോ മക്കളെ? ആരെങ്കിലും ഒരാൾ വിളിക്കും മിസ്സേ. അല്ല, ഫാലോപ്പിയൻ ട്യൂബ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ 2 കൈ പോലെ അല്ലെ, അതിന്റെ അറ്റത്തിന് വിരലുകൾ പോലെ ഒരു സാധനം ഇല്ലേ? ഓവറിനെ പിടിച്ച് ഓവറിയുടെ അടുത്തേക്ക് വന്നിട്ട് നിക്കുന്നേ ഉണ്ട്. ഓക്കെ, സെറ്റ് മോനെ, ശരിയടാ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്തും സീലിയാസ് പ്രസൻസ് ആണ്. അപ്പൊ അവര് ഓവറിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ മൂവ്മെന്റ്സിന് വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ രീതിയിലും ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈസോഫാഗസ് വഴി ഫുഡ് മൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേവ് ലൈക്ക് മൂവ്മെന്റ്, പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ മക്കളെ? ഉണ്ട് അല്ലെ? അപ്പൊ അവിടെയും മൂവ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് ബോഡിയുടെ ഉള്ളിലും മൂവ്മെന്റ്സ് നടക്കാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ പഠിച്ചു. അമീബോയിഡ് പഠിച്ചു, അതേപോലെ തന്നെ സീലിയറി പഠിച്ചു. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് നമ്മളുടെ മസ്കുലാർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. അതായത് മസിൽസിന്റെ മൂവ്മെന്റ്സ് കാരണം സംഭവിക്കുന്ന മൂവ്മെന്റുകളെയാണ് നമ്മൾ മസ്കുലാർ മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ കേസിലൊക്കെ
മസ്കുലാർ മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. സെറ്റാണോ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ നോക്കാം. എന്താണ് മസിൽസ്? മസ്കുലാർ മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞു മസിൽസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റിന് സഹായിക്കുന്നത്. അപ്പൊ മസിൽസ് എന്താണെന്ന് നോക്കാം. ഒരാളെ വിളിക്കും. സഫാൻ, കാര്യമായി വായിക്കാനോടാ അതോ മിസ് പറയുന്ന കാര്യങ്ങൾ മെറ്റീരിയൽ ഉണ്ടോ നോക്കാണോ? സ്റ്റക്കായോ മിസ്സേ? സഫാൻ വിളിച്ചപ്പോ തന്നെ സ്റ്റക്കായിപ്പോയി, കട്ടായിപ്പോയി. ഹലോ, മോനെ, സ്റ്റക്ക, ഓക്കേടാ. മസിൽസ് കേട്ടിട്ടില്ലേ? മസിൽ ബിൽഡിംഗ് നമ്മുടെ ഫിലിമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടല്ലേ മസിൽസ് ഉള്ളത്. മസിൽ കേൾക്കുമ്പോ മലയാള ഫിലിമിൽ ആരെ ഓർമ്മ വരാ? നിനക്ക് ആരെ ഓർമ്മ തന്നെ? നീ സിനിമ ടോവിനോയാണ് അവന് ഓർമ്മ തന്നെ. ഞാൻ പ്രതീക്ഷിച്ച ഇതായിരുന്നില്ല. എന്നാലും ടോവിനോനെയാണ് ഓർമ്മ തന്നെ അല്ലേ? പക്ഷെ നമുക്ക് മലയാളത്തിൽ ഒരു മസിലലീൻ ഉണ്ടല്ലോ ടാഗ് ലൈൻ ആയിട്ട്. ആരത്? ആരാ മക്കളത്? ആർക്കും അറിഞ്ഞൂട. അവൻ ഒരു ടോവിനോ ഫാൻ ആയിരുന്നു അല്ലേടാ? ആണെന്ന് തോന്നുന്നു. അതെ, അവൻ ടോവിനോ ഫാനാണ്. ആൻസർ എന്നാ? ആരാണ്? ഉണ്ണിയോ? ബാക്കിയില്ലേ? ഉണ്ണി അല്ല, ഉണ്ണി മുകുന്ദനാണ് നമ്മൾ മസിലലി എന്നൊക്കെ പറഞ്ഞേ അല്ലെ? ഉണ്ണി മുകുന്ദൻ നമുക്കറിയാം, ജിമ്മൊക്കെ ചെയ്ത് ഒരുപാട് മസിൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതോട്ടെ, നമ്മള് മസിൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. മസിൽസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. മീസോഡെർമൽ ആണ് ഇൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മീസോഡെർമൽ? അതായത് നമ്മുടെ എംബ്രിയോന്റെ ഉള്ളിലുള്ള മെംബ്രെയിൻ ഇപ്പോ 3 ലെയർ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ 3 ലെയർ കൊണ്ടാണ് എംബ്രിയോ ഉള്ളതെന്ന് വിചാരിക്കുക. അതിന്റെ ഈ സെൻട്രലിൽ കിടക്കുന്ന പോർഷനെയാണ് നമ്മൾ മീസോഡേം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മീസോഡേം എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ സെൽസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നവരെയാണ് നമ്മൾ മീസോഡെർമൽ ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതായത് എംബ്രിയോന്റെ മിഡിൽ പോർഷനിലുള്ള സെൽസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നവരെയാണ് നമ്മൾ മീസോഡെർമൽ ഒറിജിൻ. അപ്പൊ മസിൽസ് എന്ന് പറയുന്നത് എന്താണ്? മീസോഡെർമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു മീസോഡെർമൽ ഒറിജിൻ ആണ് മസിൽസ് എന്ന് പറയുന്നത്. ഒരു മീസോഡെർമൽ ഒറിജിൻ ആണെന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവർക്ക് എന്തൊക്കെയുണ്ട്? എക്സിസ്റ്റബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ പല പല പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മസിൽസിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിലൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. എന്നാലും അറിഞ്ഞിരിക്കുക, എങ്ങാനും ചോദിച്ചാൽ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 40 to 50% വെയിറ്റും വരുന്നത് ഈ മസിൽസിൽ നിന്നാണ്. ഈ മസിൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതൽ. അതായത് ആ വെയിറ്റിന്റെ കൂടുതൽ 50%ഉം നമ്മുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എന്തിന്റെ ആയിരിക്കും? നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മസിൽസിന്റെ ആണ്. ഈ ഉണ്ണിമൂന്തന്റെ ബോഡിയിൽ കാണുന്നത് മാത്രമല്ല മസിൽസ്, നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ളത് എന്താണ്? മസിൽസ് ആണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മസിൽസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് ആർക്കൊരു ഉഷാറില്ലാത്ത? രാവിലെ തന്നെ ഉറക്കപ്പിച്ചിലാണോ? ഒരു എനർജിയും ഇല്ല. ചായ ഒന്നും കുടിച്ചില്ലേ? ചായ ഒക്കെ കുടിക്കാണ്ടാണ് ക്ലാസ്സിൽ വന്നിരുന്നേ? കുറെ പേര് കണ്ണൊക്കെ തിരുമുണ്ട് മിസ്സേ. നമുക്കൊന്ന് എഴുന്നേക്കാം അല്ലേ? മസിൽസിനെ പറ്റിയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒരു വീവിയാട്ടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് മസിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ പല 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 ടൈപ്സ് ഓഫ് മസിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഒരാളെ വിളിക്കും. ആരാണ്? അൻവിനെ. ഓ, അവന് ചുമ വന്നപ്പോഴേക്ക് അല്ലേടാ? ചുമയാണോ അതോ എന്തുറ്റി? ചുമയാണോ? മരുന്നൊക്കെ വാങ്ങിച്ചോ? തണുപ്പിന്റെ. രാവിലെ എത്ര മണിക്കാ സ്കൂളിൽ പോവാറ്? അപ്പൊ ചെറിയ തണുപ്പുണ്ടല്ലേ? അതിന്റെ ആണോ? മിടുക്ക്. എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റിട്ട് ക്ലാസ്സിൽ കയറും അല്ല? 1 മണിക്കൂറുണ്ടല്ലോ അതിന്റെ ഇടയില് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചോ നീ?
ഇല്ല. സ്കൂളിലെടുത്തോ? എടുത്തോണ്ടിരിക്കണല്ലോ. അപ്പൊ നമുക്ക് പഠിച്ചു പോവാലോ ഇല്ലേ? അപ്പൊ മസിൽസിന്റെ ടൈപ്സ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം ഇല്ലേ? 9th ഓർക്കണില്ല, സാരില്ല. മിസ് തന്നതൊന്ന് വായിച്ചേടാ 3 ഏതൊക്കെയാ മിസ് തന്നേക്കണേ? അതല്ല, 3 കൊടുത്തിട്ടുണ്ട്, ആ 3 മാത്രം മതി. സ്കെൽട്ടൻ മസിൽസ്, വിസറൽ മസിൽസ്, കാർഡിയാക് മസിൽസ്. ഓക്കേടാ. താങ്ക് യു മോനെ. ഓക്കെ, നമ്മള് കൂടുതലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത് സ്മൂത്ത് മസിൽസ്, സ്കെൽട്ടൽ മസിൽസ്, കാർഡിയാക് മസിൽസ് എന്നായിരിക്കും അല്ലെ. ഈ വിസറൽ മസിൽസ് എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? വിസറൽ മസിൽസ് എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണാറ് സ്കെൽട്ടൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് 3 എന്താന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ 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 അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് 3 ടൈപ്പ് മസിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെൽറ്റൽ കൊടുത്തിട്ടുണ്ട്, സ്മൂത്ത് മസിൽസ് കൊടുത്തിട്ടുണ്ട്, കാർഡിയാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് സ്ട്രേഷൻസ്, അതായത് കുറെ വര പോലെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും ആണ്. ഇവരില്ലാത്താണ് എന്തുള്ളത്? കുറെ സ്ട്രെയിൻസ് ഉള്ളത് അല്ലെ. അതിനകത്ത് നിറയെ എന്തുണ്ട്? കുറെ വര പോലെയുള്ളത് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് അപ്പൊ ഓർത്തിരിക്കുക, സ്ട്രേഷൻസ് ഉള്ളത് ആകെ 2 മസിൽസിനാണ്, സ്കെൽറ്റൽ മസിൽസിനും കാർഡിയാക് മസിൽസിനും. ഇവിടെ ഈ സ്മൂത്ത് മസിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പാടുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നത്. അവരിലേക്ക് സ്ട്രേഷൻസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെന്ത് വിളിക്കുക? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുക. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരാളെ വിളിക്കാം. തെരേസ. തെരേസ ഉറങ്ങി മിസ്സേ. ലക്ഷ്മി ഉറങ്ങി വീഴും. ഇപ്പൊ അടുത്താളും വീണുകൊണ്ടിരിക്കുന്നു. അത്ര പോറാണോ ഈശ്വര? ലോക്കോ മോഷനിലേക്കല്ലേ വന്നേ നമ്മൾ മൂവ് ചെയ്യാൻ. എന്താടാ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ നീ? പറയുന്ന ആ വീടിൽ തന്നെ നമുക്കറിയാം അല്ലെ, സ്കെൽറ്റൻ ബോൺസ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള മസിൽസിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കുക? സ്കെൽറ്റൽ മസിൽസ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഈ മസിൽസിനെ ബോൺസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻ വെച്ചിട്ടാണ്. ബോൺസും മസിൽസും കൂടി കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് വെച്ചിട്ടാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? അതിനകത്ത് കുറെ സ്ട്രൈപ്ഡ് അപ്പിയറൻസസ് കാണാം. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം അല്ലെ. അതിനകത്ത് കുറെ വരകൾ ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ സ്കെൽറ്റൽ മസിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മുടെ കൺട്രോളിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ വോളണ്ടറി എന്ന് പറയാ. വോളണ്ടറി മൂവ്മെന്റ്സ്. സ്കെൽറ്റൽ മസിൽ വോളണ്ടറി മൂവ്മെന്റ് അല്ലേടാ അല്ലെ? നമ്മുടെ ബോൺസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കെൽറ്റൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൈ നിവർത്തണം, അല്ലെങ്കിൽ എനിക്ക് എഴുതണം അല്ലെ എന്ന് ഞാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ എഴുതണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മസിൽസ് ആണ് എന്ത്? സ്കെൽറ്റൽ മസിൽസ് എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആണോടാ? ഇവിടെ ഇല്ല ആരും? എല്ലാവരും വേറെ ഏതോ ലോകത്താണ് ടീച്ചറെ. എവിടെയോ ആണ്. ഇവിടെ നിന്നൊന്ന് ഞാൻ ഈ കടന്ന എനർജിയൊക്കെ കളഞ്ഞ് പറയണമെന്നേ ഉള്ളൂ അല്ലെ. ഇത്രയും ഞാനിവിടെ ഈ മൂവ്മെന്റ്സ് ഒക്കെ കാണിച്ചിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ. എല്ലാവരും ഇങ്ങനെ ഒരു ഉഷാറില്ലാണ്ട് എഴുന്നേപ്പിച്ച് ചെയ്യിക്കണോ? നമുക്ക് വാമപ്പ് ചെയ്യണോ ഇനി? വേണ്ടല്ല. അപ്പൊ ഉഷാറായിട്ട് ഇരിക്കാട്ടാ. നമ്മള് വേഗം നമുക്ക് പോർഷൻസ് തീർത്തിട്ട് വേണം പഠിക്കാൻ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, സ്പീഡൊന്നും അല്ലല്ലോ ടീച്ചറെ, നമ്മള് പയ്യാണ് പോണേ. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. സ്കെൽറ്റൽ മസിൽസ് വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വില്ലിങ് അനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റും. ഇനി ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്.
സിലിണ്ടറിക്കൽ ആണ്, അതേപോലെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മോഷൻ, ലോക്കോമോഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതണം. നമുക്കത് ഈ സ്ട്രക്ചറിൽ തന്നെ കണ്ടു കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവർ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെന്നും അതേപോലെ ഇവരിനകത്ത് സ്ട്രയേഷൻ മാർക്സ് ഉണ്ടെന്നും പിന്നെ ഒരു ന്യൂക്ലിയസ് അല്ല അല്ലെ, ഒരുപാട് ന്യൂക്ലിയസ് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവരെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇത്രയുമാണ് സ്കെൽറ്റൽ മസിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മൂത്ത് മസിൽസ് എന്തൊക്കെയാണ് എന്നാണ്. അതായത് സ്ട്രയേഷൻ മാർക്സ് ഇല്ലാത്ത മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവരെ നമ്മൾ വേറെ പറയുന്ന പേരാണ് എന്ത്? വിസറൽ മസിൽസ്. എന്തുകൊണ്ടായിരിക്കാം ഇവരെ വിസറൽ മസിൽസ് എന്ന് വിളിക്കുന്നത്? ഒരാളെ വിളിക്കും ടീച്ചറെ. ആൻമരിയ, ആൻമരിയ എന്താണ് ഉറക്ക പറഞ്ഞിട്ടുണ്ടോടാ? എന്താ നോക്കിയത്? ഉറക്ക പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, ഇല്ല, ടീച്ചർ കളിയാക്കണ്. ഇല്ലല്ല, ഉഷാറായിട്ടാണ് ഇരിക്കണേന്ന് പറ. അതെ അതെ, ഒരു വല്ല വയ്യാക, തുമ്മൽ, കോൾഡ് അങ്ങനെ വല്ലതും ഇല്ല? അതും ഇല്ല, കോൾഡ് ഉണ്ട് ടീച്ചറെ. വെറുതെ അല്ലേ എന്റെ മക്കളെ വെറുതെ സംശയിക്കാതെ. എന്താ ഈ വിസറൽ മസിൽസ്? വിസറൽ എന്ന് പറഞ്ഞ വാക്ക് മോനെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എന്തോ വിസറൽ ഹംബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല വിസറൽ എന്തായിരിക്കും വിസറൽ എന്ന് ഉദ്ദേശിക്കുന്നേ? അറിയില്ല. അറിയില്ല, ഓക്കെ സാറില്ല. ആരെങ്കിലും ഒരാൾ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും വിസറൽ എന്ന് പറഞ്ഞ വാക്ക് എന്തിനോട് സൂചിപ്പിക്കുന്നു എന്ന ഐഡിയ ഉണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. റൈസ് ഹാൻഡ്. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഈ വാക്ക് ആരും കേട്ടിട്ടില്ലേ? ആരുമില്ല അല്ലേ? ഇല്ല ഇല്ല, പക്ഷെ കേട്ടിട്ടുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞു. വിസറൽ മസിൽസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ആരൊക്കെയോ ഹായൊക്കെ കാണിച്ചായിരുന്നു. പക്ഷെ എന്താണ് പിന്നെ ഒരു ഐഡിയ ഇല്ല അല്ലേ? അല്ലേ അല്ലേ മക്കളെ? ദേവിക മോനെ, ദേവികയിലാണ് എനിക്ക് വിശ്വാസം. അല്ലേ ദേവിക? വിസറൽ മസിൽസ് എന്ന് പഠിച്ചിട്ടില്ലേ? അന്ന് പഠിച്ചപ്പോ എന്തുകൊണ്ടാ ഇവര് വിസറൽ മസിൽസ് ആയെന്ന് പറഞ്ഞോ? ഇല്ലേ? പിന്നെ അങ്ങനെയൊക്കെ. അപ്പൊ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്തുള്ള മസിൽസ് ആവുമ്പോ സ്മൂത്ത് ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കേടാ, താങ്ക് യു. അതായത് ഏകദേശം ശരിയായി. നമ്മുടെ ബോഡി പാർട്സിന്റെ ഉള്ളില് എന്ത് ചെയ്യാം? നമ്മുടെ ഇതേപോലെ സ്മൂത്ത് ആയിട്ട്, അതായത് വളരെ തിന്നായിട്ട് നമ്മുടെ മെംബ്രെയിൻ, നമ്മുടെ ഉള്ളിൽ ഇൻഡസ്റ്റൈനിലായാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര തിൻ സോഫ്റ്റ് ആയിട്ട് കാണുന്നവരെയാണ് ഈ സ്മൂത്ത് മസിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിസറൽ ബോഡി പാർട്സിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസറൽ മസിൽസ് എന്ന് വിളിക്കാനായിട്ട് കാരണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവരിനകത്ത് സ്ട്രയേഷൻസ് ഇല്ല. ഇവിടെ എഴുതിയേക്കണത് നോക്കിയിട്ടാണ് നീ പറഞ്ഞേ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൊക്കെ ഉണ്ടെന്ന്. കൊള്ളാലോ. അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഓക്കെ, സാരില്ല, പോട്ടെ. ഓക്കെ, അപ്പൊ എന്താണ്, ഇവർക്ക് സ്ട്രയേഷൻ മാർക്സ് ഒന്നും ഇല്ല. ഇവർ ഇതേപോലെ മിസ് പറഞ്ഞ പോലെ എലിമെന്ററി കനാല്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടാണ് ഇവരെ വിസറൽ മസിൽസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ ആക്ടിവിറ്റീസ്, ഈ നമ്മുടെ എലിമെന്ററി കനാൽ ആയാലും അതേപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിന്റെ ആണെങ്കിലും നമുക്ക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിറക്കി, അതാ ഈസോഫാഗസിനകത്ത് വെച്ചേക്ക്, ഇപ്പൊ അങ്ങോട്ട് സ്റ്റൊമക്കിലേക്ക് എത്തിക്കണ്ട എന്ന് മിസ് പറഞ്ഞ കേക്കോ എന്റെ ഈസോഫാഗസ്? അല്ലെങ്കിൽ എന്റെ ബ്രെയിൻ കേക്കോ മക്കളെ? ഒരാളെ വിളിച്ചേ. ആദ്യ ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ അത് സ്റ്റൊമക്കിൽ എത്തിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ ഈസോഫാഗസിൽ വെച്ചേക്ക് എന്ന് ഞാൻ പറഞ്ഞ എന്റെ ബോഡി അല്ലെങ്കിൽ എന്റെ മൈൻഡ് കേക്കോ? ഇല്ല അല്ലെ? നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള മസിൽസും ഞാൻ ഇപ്പൊ നിങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ കേക്കോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും?
ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. വെരി ഗുഡ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ സ്മൂത്ത് മസിൽസ് ഈ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഉള്ളിന്റെ മീൻസ് ഈ ട്രാക്റ്റിന്റുകളുടെ ഉള്ളിലായതുകൊണ്ട് അവരുടെ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ മൂവ്മെന്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിളിക്കാം എന്ത്? അവർ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സ്മൂത്ത് മസിൽസിന്റെ കേസിൽ മക്കളെ അവരെന്തായിരിക്കും? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് നടത്തുന്നവരാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ വിളിക്കാം ഇൻവോളണ്ടറി മസിൽസ് എന്ന്. ഓക്കെ ആണോ? ഇനി അവര് നാരോ ആണ്, അതേപോലെ സ്പിൻഡിൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് അല്ലെ. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേപോലെ ഒരു സ്ട്രക്ചർ ആണ് സ്മൂത്ത് മസിൽസിന് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് അവര് നാരോയുമാണ്, അതേപോലെ സ്പിൻഡിൽ ഷേപ്ഡും ആണ്. ഇനി അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഒറ്റ ന്യൂക്ലിയസ് അല്ലേ ഉള്ളൂ. അവരുടെ കേസിൽ മിസ് കാണിച്ചപ്പോ എന്താ നമ്മൾ കണ്ടേ? അവർക്ക് ഒറ്റ ന്യൂക്ലിയസ് ആണ് അവരുടെ അകത്തുള്ളൂ അല്ലെ. ഇവരുടെ ആണെങ്കിലോ ഈ ഒരു സിലിണ്ടറിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു സിലിണ്ടർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു ഒറ്റ ബോഡിയാണ് മിസ് നോക്കണമെങ്കിൽ അതിനകത്ത് എന്തില്ല? ഒരുപാട് ന്യൂക്ലിയസ് ഇല്ല, ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ. അതുകൊണ്ട് ഇവരെന്താണ്? യൂണി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളവരാണ് ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ സ്കെൽറ്റൽ മസിൽസ് കണ്ടു, അതേപോലെ തന്നെ സ്മൂത്ത് മസിൽസ് കണ്ടു. ഇനി അടുത്തതാണ് കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ ഹാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെ. കാർഡിയാക് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ഹാർട്ട് ആയിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? മിസ് പഠിപ്പിച്ചില്ലേ ബോഡി ഫ്ലൂയിഡ്സിനകത്ത് ഹാർട്ടിന്റെ കാര്യങ്ങള് അല്ലെ. അപ്പൊ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാർഡിയാക് മസിൽസ് എന്ന് വിളിക്കുക. ഓക്കെ, കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത് ഹാർട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ദേ ആർ ഫൗണ്ട് ഓൺലി ഇൻ ദി ഹാർട്ട്. ഹാർട്ടിൽ മാത്രമാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുക, വേറെ എവിടെയില്ല. ഹാർട്ടിൽ മാത്രം കാണുന്നവരാണ് കാർഡിയാക് മസിൽസ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് കാർഡിയാക് മസിൽസ് എന്ന പേര് വന്നത്. ഓക്കെ, ഇനി ഇവരും എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അവരും സിലിണ്ടറിക്കൽ ഷേപ്പാണ്. മിസ് നേരത്തെ പറഞ്ഞു അവർക്കും എന്തുണ്ട്? സ്ട്രയേഷൻ മാർക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവരും എന്താ? ഇവരും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇതേപോലെ ഹാർട്ടിന്റെ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇവര് ഇൻവോളണ്ടറി മസിൽസ് ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എല്ലാവരും ഇൻവോളണ്ടറി ആണ്. ഓക്കെ, ഇത്രയും സെറ്റ് അല്ലേ? അതേപോലെ അവർക്ക് രണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർകാലേറ്റഡ് ഡിസ്ക് കാണാനായിട്ട് സാധിക്കും. ഇന്റർകാലേറ്റഡ് ഡിസ്ക് പ്രസന്റ് ആയിട്ടുള്ള ഒരു മസിലാണ് എന്ത്? നമ്മുടെ കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തുണ്ട്? ഒരു നോഡ് പോലൊരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതിനെയാണ് ഇന്റർകാലേറ്റഡ് ഇതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 തരത്തിൽ എന്ത് തിരിച്ചിരിക്കുന്നത്? നമ്മുടെ മസിൽസിനെ തിരിച്ചിരിക്കുന്നത്. ഒരാളെ വിളിക്കുക. ശ്രീനന്ദ. ഗുഡ് മോർണിംഗ് ഡാ. എന്തായി പോലെ സ്കൂളിൽ എടുത്തായി ചാപ്റ്റർ? എടുത്ത്. അപ്പൊ മിസ് പറഞ്ഞ കാര്യം മനസ്സിലായോ? 3 ടൈപ്പ് മസിൽസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് കാണിക്കുന്ന 2 മസിൽസ് ഏതൊക്കെയാണ്? ഇൻവോളണ്ടറി കാണിക്കണതാ. നിനക്ക് കയ്യനക്കാനായിട്ട് ആരുടെങ്കിലും സഹായം വേണോ? നിനക്ക് പറ്റില്ലേ? കാർഡിയാക് മസിലും സ്മൂത്ത് മസിലും. വെരി ഗുഡ്. ഒരാളെയും കൂടി വിളിക്കും. കൃഷ്ണേന്ദു. ഇതിനകത്ത് നമ്മള് ന്യൂക്ലിയസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അതിനകത്ത് നമ്മള് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ആരാള്? കാർഡിയാക് മസിൽസോ? കാർഡിയാക് മസിൽസ് നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. നോക്കിയേ ഇതിനകത്ത് എങ്ങനെയാന്ന്? യൂണി ന്യൂക്ലിയേറ്റഡ് ആരാ? അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആരാ? നോക്കി പറഞ്ഞേ. ഈ സ്റ്റെംസ് കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന്. ആരാ? സ്കെൽറ്റൽ മസിൽസിലല്ലേ ഒരുപാട് ന്യൂക്ലിയസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നേ അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കട്ടെ എല്ലാവരും. എല്ലാ മക്കളോട് ശ്രദ്ധിച്ചിരിക്കുക. മിസ് പയ്യാണ് പോണേ എന്നാണ് മിസ്സിന്റെ ഒരു വിശ്വാസം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്കെൽറ്റൽ മസിൽസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്.
ഓക്കെ അല്ലേ? സ്കെൽട്ടൽ മസിൽസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് മിസ്സിനെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെറ്റാന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേടാ? അപ്പൊ സ്കെൽട്ടൽ മസിൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കടകളിലൊക്കെ പോകുമ്പോഴേ ഈർക്കിലിച്ചൂല് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളവരൊക്കെ ഒന്നും കൈ വേവ് ചെയ്തേ. ഈർക്കിലിച്ചൂല് മിറ്റടിക്കണേ. ഇപ്പൊ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ട് ചിലവരുടെ വീട്ടിൽ അത് ഉണ്ടാവൂലായിരിക്കും അല്ലേ ടീച്ചറെ? അത് കാണാത്ത മക്കളുണ്ടാവാം, കാണാത്തവരുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഹായ് കാണിക്കാൻ, മീൻസ് വേവ് ചെയ്യാത്തവരൊന്ന് വിളിച്ചേ. എടാ മക്കളെ, കാണാത്തവരുണ്ടോ? ഇനി കണ്ടവര് വേവ് ചെയ്യാട്ടാ. കണ്ടവര് വേവ് ചെയ്തേ. എല്ലാരും ഉണ്ടല്ലേ? അൻവിയ, നീ കണ്ടിട്ടില്ലേ വീട്ടില് മിറ്റടിക്കുന്ന ജോലിയില്ലേടാ? എന്നിട്ട് എന്തേ വേവൊക്കെ ചെയ്യാണ്ട് സുഖമായിട്ടിരിക്കണേ? ഓക്കെ, അപ്പൊ നമ്മൾ മിറ്റടിക്കണ ചൂല് കണ്ടിട്ടുണ്ടല്ലോ. ഇത് കടയിൽ എങ്ങനെയാ വെക്കുക? ഒറ്റയായിട്ടല്ല, അതിന്റെ ഒരു കൂട്ടത്തിനെയാണല്ലേ അവര് ഒരുപാട് ഇരിക്കല് ചൂലുകളുടെ ബണ്ടിൽസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒറ്റ ഒരു ഇതിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചൂലിന്റെ കെട്ടുകളെ എന്ത് ചെയ്യും? ഒരു വലിയ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. ആ ഒരു ബണ്ടിൽ ഓഫ് ചൂലുകളെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് സ്കെൽട്ടൽ മസിൽസ് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ആ സ്കെൽട്ടൽ മസിൽസ് അത് വിചാരിക്കുക. അതിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തു. ഒരെണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ഓക്കെ, മസിൽ ബണ്ടിൽസ് ഉണ്ട്. ഓക്കെ മക്കളെ, കേൾക്കുന്നില്ലേടാ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? ഓരോരോ ബണ്ടിൽസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? മസിൽ ബണ്ടിൽസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിനകത്ത് ഓരോ ചൂൽക്കെട്ടുകളെയും ഞാൻ എന്ത് വിളിച്ചു? മസിൽ ബണ്ടിൽ. അതിനകത്ത് ഓരോ ചൂലുകെട്ടുകളും എന്താണ്? മസിൽ ബണ്ടിൽസ് ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഫിസിക്കൽ അല്ലെങ്കിൽ മസിൽ ബണ്ടിൽസ് എന്ന് വിളിക്കും. അപ്പൊ ഒരു സ്കെൽട്ടൽ മസിൽസ് എടുത്താൽ അതിനകത്ത് ഒരുപാട് മസിൽ ബണ്ടിൽസിന്റെ ഒരു കൂട്ടം തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ചൂലിന്റെ കെട്ടാണെങ്കിൽ ആ ചൂലിന്റെ കെട്ട് മുഴുവനും, അതിനകത്ത് ഓരോ ചൂലും എന്താണ്? മസിൽ ബണ്ടിൽസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഞാനൊരു ചൂലിനെ പുറത്തേക്ക് എടുത്തു. എനിക്കൊരു ചൂലാണ് വേണ്ടേ, എനിക്കൊരു ചൂല് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്നൊരു മസിൽ ബണ്ടിൽ പുറത്തേക്ക് എടുത്തു. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെന്നാ? മസിൽ ബണ്ടിലാണ്. ഓക്കെ, മസിൽ ബണ്ടിലാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? മസിൽ ബണ്ടിലാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞ. ഇനി അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അല്ലെ? ഇർക്കിലി ചൂലിന്റെ ഉള്ളിലേക്ക് ആ ബണ്ടിലെടുത്ത അതിനകത്ത് ഓരോരോ ഇർക്കിലി ഉണ്ട്. ഓരോരോ ഇർക്കിലി ഇല്ലേ? ഇഷ്ടം പോലെ ഇർക്കിലി കെട്ടി വെച്ചേക്കുന്നതല്ലേടാ നമ്മുടെ ഇർക്കിലിയുടെ ചൂലെന്ന് പറയണേ അല്ലേ? ആണോ? അല്ലേ? അതെ. അപ്പൊ നമ്മുടെ അതിനകത്തേക്ക് നോക്കിയാൽ പിന്നെ ഓരോരോ ഇറുക്കിലായിട്ടാ കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ കെട്ടഴിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഓരോരോ ഇറുക്കിലായിട്ട് വന്നു. അപ്പൊ ഈ മസിൽ ബണ്ടിലിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്ത് കാണാനായിട്ട് പറ്റും? മസിൽ ഫൈബേഴ്സ് കാണാനായിട്ട് പറ്റും. മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ സെല്ലുകളാണ്, മസിൽ സെല്ലുകളാണ്. ആ ഓരോ ഇറുക്കിലിനെ ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? മസിൽസിനകത്തുള്ള സെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സെറ്റ് അല്ലേ? അപ്പോൾ വലിയൊരു ഇറുക്കിലിയുടെ കൂട്ടം, അതാണ് നമ്മുടെ മസിൽസ് എന്ന് വിചാരിക്കുക, സ്കെൽറ്റൽ മസിൽസ് എന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു ചൂൽക്കെട്ട് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ വിളിച്ചു മസിൽ ബണ്ടിൽ എന്ന് വിളിച്ചു. പിന്നെ ആ ചൂല് ഞാൻ അഴിച്ചപ്പോൾ അതിൽ നിന്ന് ഓരോരോ കുഞ്ഞു ഇറുക്കിലുകൾ വരാൻ തുടങ്ങി. അതാണ് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സെൽസ് എന്ന് പറഞ്ഞ. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അതും നോക്കി, അത് വീണ്ടും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു നാരൊക്കെ എനിക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനെ ഞാൻ വിളിച്ചു എന്ത്? മയോഫിലമെന്റ് എന്ന പേര് കൊടുത്തു. അല്ലെങ്കിൽ മയോഫൈബ്രിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മസിലിന്റെ സ്ട്രക്ചർ, ഓരോ പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ മസിൽ ബണ്ടിൽ ഉണ്ട്. ബണ്ടിലിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണാൻ പറ്റും? മസിൽ ഫൈബേഴ്സ്, മസിലിന്റെ സെല്ലുകളെ കാണാൻ പറ്റും. അതിനെ വീണ്ടും ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് മയോഫിലമെന്റ് അല്ലെങ്കിൽ മയോഫൈബ്രിൽ എന്ന് പറഞ്ഞ. സെറ്റല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ് ആണെന്ന് മിസ് വിചാരിക്കുന്നു. അതിനു മുന്നേ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് കൂടുതൽ എടുത്ത് നോക്കേണ്ടത് ഈ
ആരെയാണ്? മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ലുകളെയാണ് നമ്മൾ എടുത്ത് പഠിക്കാം. അതിന് മുന്നേ മിസ്സിന് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഒരാളെ വിളിക്കും മിസ്. ഏഞ്ചലേ, ഗുഡ് മോർണിംഗ് ഡാ. അതായത് ഒരു സെല്ല് അല്ലേ, ഇതൊരു സെല്ലാന്ന് കൺസിഡർ ചെയ്യും. ഇതൊരു സെല്ലാന്ന് വിചാരിക്കാം. അത് കറക്റ്റ് റൗണ്ടൊന്നും ആയില്ല. ഓക്കെ. ആ ചിരി വരുന്നുണ്ടോ നിനക്ക് എന്റെ സെല്ല് കണ്ടിട്ട്? ഇല്ല, ചിരിച്ചോ? ഓക്കെ. ആ അതായത് സെല്ല് അല്ലേ, സെല്ലിനകത്ത് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ഈ പുറത്തെ മെമ്പറൈൻ എന്ത് വിളിക്കും? സെൽ വാൾ. അല്ലെങ്കിൽ എന്ത് മെമ്പറൈൻ എന്ന് വിളിക്കാൻ പറ്റും? ആ അതന്നെ മിടുക്കി, പ്ലാസ്മ മെമ്പറൈൻ. നമുക്ക് മായ്ച്ചിട്ട് മിസ് പ്ലാസ്മ മെമ്പറൈൻ എഴുതാം അല്ലേ, പ്ലാസ്മ മെമ്പറൈൻ. ഓക്കെ. പിന്നെന്താ കാണൂടെ ഉള്ളിൽ നോക്കിയാ? ആ എന്തൊക്കെ ഉണ്ടാവും, കൊറേ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒന്ന് ഓർത്തെടു. ആ ന്യൂക്ലിയസ് ഇപ്പൊ ആവശ്യമില്ല. വേറെ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതിനകത്ത്. ആ ഉള്ളില് സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ ആ മൈറ്റോകോൺട്രിയ, പിന്നെ ആ ഗോൾഗിനെ ആവശ്യമില്ല, വേറൊരാളെയും കൂടി ആവശ്യമുണ്ട്. വേറെ ആരാ? ഒരാളും കൂടി വേഗം ഓർത്ത് വരണേ. അല്ല ഓക്കേടാ പോന്നെ, താങ്ക് യു കേട്ടോ. ഓക്കെ. അടുത്ത ആളല്ലേ, വെറുതെ ഇല്ല കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, ഓർമ്മയില്ലല്ലോ മോന്? ആ ഇല്ല സാരില്ല. ഓക്കെ, ഇത്രയും മതി. താങ്ക് യുടാ. അടുത്ത ആളെ വിളിക്കാം. പേരെന്താ? അല്ല. ആ മിടുക്കി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ, അല്ലേടാ? ഇത്രയും കാര്യങ്ങളുള്ളതാണ് നമ്മളൊരു സെല്ലെന്ന് പഠിച്ചേക്കണേ. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ മസിൽ സെൽസിൽ വരെ കാണാനായിട്ട് പറ്റും. ഓക്കെ, മിസ് അത് പറയാം. അതിനു മുമ്പ് മക്കളൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് വേഗം ഓടി വായോ, ഉഷാറായിട്ട് വായോ കേട്ടോ. ഈ സെല്ലിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് വേഗം വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. ഓടി വായോ ചെല്. അപ്പൊ സ്കൂളിൽ പോണ കുറച്ചധികം മക്കളുണ്ട് അല്ലേ, പക്ഷെ കൂടുതൽ പേർക്ക് ക്ലാസ് ഇല്ല എന്നാണ് മിസ് അറിഞ്ഞത്, അതാണ് വിളിച്ചത്. മിസ് ബയോ കെമിസ്ട്രി ആണ് എടുത്തത്. നല്ലതാ. എന്താ അങ്ങനെ ഒരു ചോദ്യം? കെമിസ്ട്രിയെ പറ്റി പറഞ്ഞോണ്ടല്ലേ. ആ ഞാനേ കെമിസ്ട്രിയും പഠിപ്പിക്കും. മിസ് ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ഹാൻഡിൽ ചെയ്യണതുകൊണ്ട് ഡബിൾ ആണ് മിസ്, അതുകൊണ്ടാ. ഓക്കെ. ആ അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് സെല്ലും സെല്ലിന്റെ ഓർഗനൽസിനെ ഒക്കെ പറ്റിയിട്ടാണ് അല്ലെ. ഇതാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ പഠിക്കാൻ പോണത് ആരെ പറ്റിയിട്ടാ? ആരെ പറ്റി പഠിക്കുന്നതിന് മുന്നേ മിസ് സെല്ലിനെ ഓർമ്മപ്പെടുത്തിയേ. ഒരാളെ വിളിക്കും മിസ്. ജോയല്ലേ? മിസ് ആരെയോ പറ്റി പറയുന്നതിന് മുന്നേ ആണല്ലേ സെല്ലിന്റെ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയേ. ആരെ പറ്റിയാ? പോരട്ടെ, യു ക്യാൻ. ആ അതായത് ഒരാളെ പറ്റി പഠിപ്പിക്കും മിസ്, ഒരാളെ പഠിപ്പിക്കാൻ പോവാണ്, അതിനു മുന്നേ നിങ്ങൾക്ക് സെല്ലിനെ പറ്റി ഓർത്തോ എന്ന് പറഞ്ഞാണ് മിസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആരെയോ പറ്റിയാണല്ലോ. ആരെ പറ്റിയായിരിക്കും? ന്യൂക്ലിയസ് ആണോടാ? ന്യൂക്ലിയസിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? എന്തോ അറിയില്ല, പോട്ടെ, സാരില്ലടാ. ആ സമ്മതിച്ചു തന്നാ മതി, അതോടെ നമ്മൾ ഹാപ്പിയാണ് അല്ലെ. ഒരാളെ വിളിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. നേഹി ഇരുന്ന് വായിച്ചു നോക്കാം. മിസ് ദൈവമേ എവിടെ നിന്നാണാവോ സെല്ലിലേക്ക് പോയി അല്ലെ. ഈ മിസ് വല്ല ആവശ്യം ഉണ്ടായിരുന്ന സെല്ലി പോണ്ടത് അല്ലേ നേഹ? അതെ അല്ലേ, സമ്മതിച്ചോള് അല്ലെ. മിസ്സിന് വല്ല ആവശ്യം ഉണ്ടായി. ഇതൊക്കെ ഞങ്ങള് 8ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചപ്പോ പഠിച്ചാണ്. ഈ മിസ് ഇപ്പോഴും അത് എടുത്തോണ്ടോന്നേക്കാ അല്ലേ നേഹ? ഈ മിസ്സിനെ കൊണ്ട് വലിയ പ്രശ്നമായല്ലോ. എവിടെ നിന്നാടാ നമ്മൾ ഈ സെല്ലിലേക്ക് എത്തി?
സ്കെലിറ്റൽ മസിൽസിൽ എന്തിനെ പറ്റിയാ മിസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇവരെ നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ അടയാളപ്പെടുത്തിയേ. ഇല്ല, വിട്ടേക്ക്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മക്കളെ? ആരെങ്കിലും ഓർമ്മയുണ്ടോ നോക്കി. അങ്ങനെയാണെങ്കിൽ ഒന്ന് റീസാൻഡ് ചെയ്തേടാ. ആരോ റീസാൻഡ് ചെയ്തിട്ടുണ്ട്. റീസാൻഡ് ചെയ്ത ഒരാൾ വിളിക്കും മിസ്സേ. അമിന, അമിനാണോ? അമിന, എന്റെ ബാക്കി എവിടെ? നിന്നെ കാണുന്നില്ലടാ. സ്കൂളിലല്ലേ ഇന്ന്? സ്കൂളുണ്ടാ? ഇല്ല. പറഞ്ഞ എവിടെന്നാ മിസ് സെല്ലിലേക്ക് പോയി? വയ്യ നിനക്ക്? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചുമയാണോ? ചുമ? കോൾഡ് ഉണ്ട്. എല്ലാവരും കോൾഡ് പിടിച്ചിരിക്കുകയാണ്. മിസ്സും അതെ, ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ഓഫ് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ കേട്ടാ. വെരി ഗുഡ്. അമിനെ ശ്രദ്ധിച്ചു. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കിട്ടാ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മിസ് സെല്ലിലേക്ക് കടന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മസിൽ ഫൈബേഴ്സിനെ പറ്റി പഠിക്കും എന്നാണ് അല്ലെ. മസിൽ ഫൈബേഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെല്ലിലേക്ക് വന്നേ. മസിൽ ഫൈബേഴ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മസിൽ സെൽ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സെല്ലിലേക്ക് വന്നതെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ മിസ് താഴെ വരയ്ക്കാം. ഇതൊന്നും മക്കൾക്ക് പഠിക്കാനില്ല കേട്ടോ, പഠിക്കാനായിട്ടില്ല. മിസ് വെറുതെ പഠിപ്പിക്കാനായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും എളുപ്പത്തിന് വരച്ചെന്നുള്ളൂ. ഈ ബയോളജിയുടെ പ്രത്യേകതയാണ്, നമ്മള് വായിച്ച് പഠിച്ചാൽ ഓർക്കൂല. ബയോളജിയൊക്കെ നമ്മൾ വരച്ച് പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത് തെറ്റായിരിക്കാം. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ വേറെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലേ? നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പഠിക്കണേ. അപ്പൊ വരച്ച് പഠിക്കുകയാണെങ്കിൽ മക്കൾ കുറച്ചും കൂടി ഓർക്കും. എങ്ങനെയാണോ നിങ്ങൾക്ക് വരയ്ക്കാൻ സൗകര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. വേറെ ആരും നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എങ്ങനെയാണോ വരച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ വായിക്കുമ്പോൾ അതിങ്ങനെ വരച്ചോ കൂടെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വരച്ചത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും, എഴുതാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരച്ച് പഠിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അത് ഫ്ലോ ചാർട്ടിലൂടെ ഇതിന്ന് ഇതിലേക്ക് ഇതിന്ന് അതിലേക്ക് എന്ന് പറഞ്ഞ് പഠിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വരച്ച് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മസിൽ സെൽ എന്ന് പറഞ്ഞാൽ മിസ് താഴെ വരച്ചിരിക്കുന്നതാണ് ഏകദേശം ഒരു മസിൽ സെൽ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനും എന്തുണ്ട്? ഔട്ടർ പോർഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ പോലെ ഇതിനും ഔട്ടർ ഒരു പോർഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സാക്രോലെമ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ്, മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാക്രോലെമ എന്ന് മസിൽ സെൽസിന്റെ കേസിൽ. ഇനി ഇവരും സെൽസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ സൈറ്റോപ്ലാസം പോലെയുള്ള കണ്ടന്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാക്രോപ്ലാസം. എളുപ്പമല്ലേ? സാക്രോപ്ലാസം. നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ സൈറ്റോ എടുത്ത് കളഞ്ഞ് സാക്രോ ഇട്ടാൽ മതി. മസിൽസിന്റെ എല്ലാം നമ്മൾ സാക്രോ വെച്ചാണ് ആഡ് ചെയ്യുക. അപ്പൊ സാക്രോപ്ലാസം എന്ന് വിളിക്കും. ഓക്കെ, സാക്രോപ്ലാസം എന്ന് വിളിക്കും. ഇനി ഇതിനകത്ത് എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ വിളിച്ചു സാക്രോസോം. ഓക്കെ, സാക്രോസോം എന്ന് വിളിച്ചു. അത് കാണുന്നില്ല മിസ്സേ, ന്യൂട്ടൺസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് മക്കൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. സാരില്ല, മിസ് വേറെ എഴുതി കാണിച്ചു തരാം. അതെ, ഓക്കെ, അപ്പൊ ഇവിടെ എഴുതാം സാക്രോസോം. ഇനി നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളതുപോലെ, സെല്ലിനകത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളതുപോലെ നമ്മുടെ മസിൽ സെൽസിലും എന്തുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എവിടെ എഴുതും മിസ്? ഇവിടെ എഴുതാല്ലേ, ഇതിന്റെ ഉള്ളിൽ എഴുതാവേ. സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മസിൽസിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടി മിസ് വേണമെങ്കിൽ വരയ്ക്കാം. അതായത് മസില് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഔട്ടർ പോർഷനെ എന്താ വിളിച്ചേ? ഔട്ടർ പോർഷനെ വിളിച്ച പേരാണ് സാക്രോലെമ. ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിനെ നമ്മൾ വിളിച്ചു, ഒരാളെ വിളിക്കേ,
എന്തോ സാക്രോ അല്ലേ എന്നോ? എന്ത് സൈറ്റോപ്ലാസത്തിന് വിളിക്കണ വേറെ പേരോ? സാക്രോ എന്തെന്നാടാ പറഞ്ഞേ? സൈറ്റോപ്ലാസം നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചപ്പോ മസിലിനകത്തുള്ള സെൽസിന്റെ ആ ഒരു ഫ്ലൂയിഡ് കണ്ടന്റിനെ മിസ് എന്ത് വിളിച്ചു? ഒരാളെ വിളിച്ചു മിസ് ആദിത്യ. നമ്മൾ അതേപോലെ ഒരു പേര് പറഞ്ഞു അല്ലെ? സൈറ്റോ എടുത്ത് മാറ്റിയിട്ട് ആരെ ആഡ് ചെയ്യണം എന്നാ പറഞ്ഞ? സാക്രോ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരൂടാ? എന്ത് വരൂടാ? എന്താടാ മിണ്ടാ? ആ സൈക്രോപ്ലാസം, സാർക്കോപ്ലാസം. ഓ ശരിയാണോ? ഒരു മിനിറ്റ്. സാർക്കോലെമ. ഓക്കെ, സാർക്കോലെമ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ സാർക്കോലെമ, സാർക്കോപ്ലാസം ഇത് രണ്ടും ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ ഉള്ളതാണ് എന്ത്? നമ്മുടെ മൈറ്റോകോൺട്രിയ പോലെ എനർജി. അതെന്തെന്നാ? സാർക്കോ ഒരാളെ വിളിക്ക്. ആൻഡ് ഡേവിസ്. എന്ത് വിളിച്ചു നമ്മൾ അതിനെ? സാർക്കോ അറിഞ്ഞൂടെ? മറന്നുപോയി, സാരില്ല. സോ അതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മിസ് വിളിച്ചു സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതാണ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ സ്റ്റോർ ഹൗസ് ആണ് എന്ത്? ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, ബോഡിയിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് ഈ കാൽഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഇമ്പോർട്ടന്റ് റോള് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാ? ഇവര് ഭയങ്കര വലിയ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എന്താ ഇവരെ നമ്മൾ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം എന്ന് പറഞ്ഞു നിൽക്കുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് കേട്ടോ. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഇവര് മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുക. സെറ്റ് ആണോ? അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഏതാണ് കാൽഷ്യത്തിന്റെ സ്റ്റോർ ഹൗസ് ആയിട്ടെന്ന്. അപ്പൊ തന്നെ എഴുതിക്കോളണം എന്താണെന്ന്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെന്ന് എഴുതിക്കോളണം. ഓക്കെ അല്ലേ മക്കളെ? എഴുതൂന്ന് വിചാരിക്കണോ? എന്താ എഴുതൂന്നാണ് വിചാരിക്കുന്നത് മിസ്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ സെല്ലായിട്ട് മിസ് കമ്പയർ ചെയ്തിട്ട് ഇതെന്തെന്നാ? മസിൽ ഫൈബർ ആണ് അല്ലെ? മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെൽ എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ലിന്റെ പാർട്സും കാര്യങ്ങളും ആണ്. ഇതൊക്കെ ഓർത്തിരിക്കണം, ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ സൈറ്റോപ്ലാസം അതിൻ്റെയൊക്കെ എന്ത് ചെയ്താൽ മതി? അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതിന്റെ മുൻപിൽ സാർക്കോ എന്നുള്ള പേരിടുന്നത് എന്തായിരിക്കും? നമ്മുടെ മസിൽസിനെ കണക്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഇനി ഇതിന്റെ ഉള്ളിലുള്ളതാണ് മയോഫിലമെന്റ്സ്. ഇതിന്റെ ഉള്ളിൽ വേറെയും ആൾക്കാരുണ്ടെന്ന് മിസ് പറഞ്ഞല്ലോ. അതാണ് മയോഫിലമെന്റുകൾ എന്ന് പറഞ്ഞ. ഇവിടെ എന്തിരിപ്പുണ്ട്? മയോഫിലമെന്റുകൾ ഇവിടെ ഇരിപ്പുണ്ടാവും. ഈ ഒരു പോർഷനിൽ മയോഫിലമെന്റ്സിനെയും കാണാൻ പറ്റും. ഇത്രയുമാണ് മെയിൻ ആയിട്ടൊരു മസിൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് മയോഫിലമെന്റുകൾ എങ്ങനെയാണ്. എന്താണ് ഈ മയോഫിലമെന്റ്? നമ്മൾ പറഞ്ഞു മയോഫൈബറിന്റെ മസിൽസിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരാണ് ഈ മയോഫിലമെന്റ് എന്ന് പറഞ്ഞാൽ. ഇവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മയോഫിലമെന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്ന് തിന്നാണ്, മറ്റേ ആള് തിക്കാണ്. ഒരാൾ തിന്നാണെങ്കിൽ മറ്റേ ആൾ എന്തായിരിക്കും? തിക്കായിരിക്കും ഇല്ലേ? മയോഫിലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ കാണാം. ഒന്ന് തിന്നായിട്ടുള്ള ആൾക്കാരാണ്, മറ്റേത് തിക്കായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇവരിനകത്ത് ഈ മയോഫിലമെന്റിനകത്ത് കുറെ പ്രോട്ടീനുകൾ ഇരിപ്പുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ തിൻ മയോഫിലമെന്റിലും കാണും, അതേപോലെ തിക് മയോഫിലമെന്റിലും എന്തുണ്ട്? പ്രോട്ടീൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ തിന്നിൽ കാണുന്ന 3 ആൾക്കാരാണ്. ഒന്ന് ആക്റ്റിൻ,
രണ്ടാമത്തത് ട്രോപ്പോസിൻ, മൂന്നാമത്തത് ട്രോപ്പോമയോസിൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ 3 പ്രോട്ടീൻസ് ആണ് തിൻ മൈക്രോ ഫിലമെന്റിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി തിക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഒറ്റൊരാളേ ഉള്ളൂ, മയോസിൻ. മയോസിൻ മാത്രമാണ് തിക്ക് ഫിലമെന്റിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ തിന്നുണ്ട് തിക്കുണ്ട്. തിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ആൾക്കാരാണ്, ആക്റ്റിൻ ഉണ്ട്, ട്രോപ്പോസിൻ ഉണ്ട്, ട്രോപ്പോമയോസിൻ ഉണ്ട്. പക്ഷെ തിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റൊരാളേ ഉള്ളൂ, അയാളുടെ പേരാണ് മയോസിൻ എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? ഈ മയോസിൻ എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ അത് മെറോമയോസിന്റെ ഒരുപാട് മെറോമയോസിനുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഈ മയോസിൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് മെറോമയോസിൻ. അപ്പൊ മെറോമയോസിൻ എന്ന് പറയുന്നത് ഒരു മോണോമർ ആണ്. മോണോമർ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ മോണോമർ എന്ന് വിളിക്കുക. ഒരുപാട് വലിയ കാര്യത്തിന്റെ ഏറ്റവും കുഞ്ഞു അതായത് ഒരുപാട് മെറോമയോസിൻ കൂടി ചേർന്നിട്ടാണ് ഈ മയോസിൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് മെറോമയോസിൻ ജോയിൻ ചെയ്തിട്ടാണ് മയോസിൻ ഉണ്ടായേ. അപ്പോൾ ഈ മെറോമയോസിൻ എന്ന് പറയുന്നത് മയോസിന്റെ ഒരു മോണോമർ ആണ്. ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും എന്ത്? ഈ മെറോമയോസിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ പേര് മക്കൾ മറക്കരുത്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പൊ തിൻ ഫിലമെന്റിൽ ഏതൊക്കെ പ്രോട്ടീൻസ് ആണോ ഉള്ളതെന്നും അതേപോലെ തന്നെ തിക്കിൽ ഏതാണോ ഉള്ളതെന്നും മക്കൾ മറക്കരുത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിനകത്ത് മെയിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ ആക്റ്റിനും മയോസിനുമാണ്. ഓക്കെ, ഈ ആക്റ്റിനും അതേപോലെ തന്നെ മയോസിനും കൂടി കൂടുമ്പോഴാണ് നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഈ ആക്റ്റിനും മയോസിനും കൂടി എന്ത് ചെയ്യണം? അവർ തമ്മിൽ ഒരു കണക്ഷൻ വന്നാലാണ്, നമുക്ക് എന്ത് പറയാ? നമ്മുടെ മസിൽ കോൺട്രാക്ട് ചെയ്ത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന 2 പ്രോട്ടീൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മക്കൾ എഴുതിക്കൊള്ളണം. എന്ത്? ഒന്ന് ആക്റ്റിനും ഒന്ന് മയോസിനും. ആക്റ്റിനും മയോസിനുമാണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീനുകൾ. ഓക്കെ അല്ലേ മക്കളെ? ഒന്ന് റീവ് ചെയ്തേടാ ആണെങ്കിൽ ഓക്കെ. നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ പ്രോട്ടീൻസ് ആണ് മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എഴുതിക്കൊള്ളണം ആക്റ്റിനും മയോസിനും എന്ന് എഴുതിയാലാണ് അവിടെ മാർക്ക് കിട്ടുക. അവർ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്ത് വന്നാലാണ് എന്ത് നടക്കുള്ളൂ? നമ്മുടെ ഈ ഒരു കോൺട്രാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ? മയോഫിലമെന്റ്സ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ സ്ട്രക്ചറും കൂടി ഒന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സ്ട്രക്ചറിലേക്ക് പോവാം. എങ്ങനെയാണ് ഇവരെ നമുക്ക് വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ രൂപം എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും മക്കൾക്ക് എക്സാമിന് ചോദിക്കൂല, പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ അറിഞ്ഞാലാണ് ബാക്കി എങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ ഒക്കെ നടക്കുക എന്ന് നമുക്ക് പഠിച്ച് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മിസ് ആദ്യം മക്കൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ തിൻ ഫിലമെന്റ് ആണ്. ഓക്കെ, ഒരാളെ വിളിക്കും മിസ്സേ. കുറെ നേരമായിട്ട് ആരെയും വിളിക്കാണ്ട് ഞാൻ മാത്രം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര്യന അവിടെ ഇല്ല, ഇവിടുന്ന് മിസ്സാ വിളിച്ചേ അല്ലേ? ഇവിടുന്ന് ഒരു വിളിക്കുണ്ടെന്നാണോ വിചാരിച്ചേ? ആണോടാ? എന്തോ അവിടെ അമ്മൂമ്മ എല്ലാവരും അവിടെ നടന്നു, അവരങ്ങോട്ട് നടന്നുപോട്ടെ. അവിടെ അവർക്ക് പണിയുണ്ടല്ലോ. രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോ ഭക്ഷണം വേണ്ടേ? അതിന്റെ തിരക്കിലായിരിക്കും അവര് അല്ലേ? കിച്ചണിൽ കയറോ? എപ്പോ പാത്രം എടുക്കാൻ കൊണ്ടുവയ്ക്കാനാണോ കിച്ചണിൽ കയറുക? അല്ലേ? അത് തന്നെ കുറച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് അല്ലെ? ചെന്ന് വേണ്ടത് എടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്ന് ഒരു റൈഡ് നടത്താൻ, ഇതിനൊക്കെ അല്ലേ നീ അവിടെ കയറാറ്? അതെ, സത്യം. ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയല്ലേ അല്ലേ? എടാ മോനെ, നമ്മുടെ തിൻ ഫിലമെന്റില് 3 പ്രോട്ടീൻ ഉണ്ടെന്ന് മിസ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു അത്?
ആക്ടിൻ ട്രോപ്സിൻ. ഓ എന്താ ഇങ്ങനെ ഒരു സാധനം, അതെന്താണത്? ഓക്കെ, നോക്കി വേണം പറയാൻ. എഴുതി വെച്ചിട്ടുണ്ടാ അതോ മാർക്ക് ചെയ്തോ? നോട്ട് ചെയ്തിട്ടുണ്ടോ മിസ് പറയുന്നതിന്റെ ഇടയിലെ? എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ എഴുതാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. അതാണ് മിസ് ഇവിടെ എഴുതി കാണിക്കണേ. ഓക്കെ, ഞാനും കൂടെ ഇവിടെ എഴുതണ എന്തിനാ, നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ വരച്ച് പഠിക്കാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ എഴുതി കാണിച്ചു തരണേ. നമുക്ക് സ്ലൈഡ് വായിക്കാം ഇത് കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ 3 പ്രോട്ടീനുകളാണ് നമ്മുടെ തിൻ ഫിലമെന്റിലുള്ളത്. ആക്റ്റിൻ, ട്രോപ്സിൻ, അതേപോലെ ട്രോപ്പോമയോസിൻ. ഈ 3 ആൾക്കാരാണ് തിൻ ഫിലമെന്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിൻ ഫിലമെന്റ് വരയ്ക്കുമ്പോൾ, തിൻ ഫിലമെന്റ് മിസ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ആക്റ്റിൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ആക്റ്റിൻ തിൻ ഫിലമെന്റിൽ ഇരിക്കുന്നത് ഇങ്ങനെ ബീഡ് പോലെ, നമ്മുടെ മുത്തുമാല പോലെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അടിയിൽ വേറെയും ഉണ്ടാവും, ഇതിൻ്റെ അടിയിൽ അടുത്തൊരു സെറ്റും ഉണ്ടാവും. ഇതേപോലെ ഒരുപാട് ആക്റ്റിനുകൾ ഇങ്ങനെ ഫിലമെന്റ് പോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കും എഫ് ആക്റ്റിൻ, ഫിലമെന്റ് ആയിട്ടുള്ള ആക്റ്റിൻ. ഓക്കെ, അതുകൊണ്ടാണ് ഫിലമെന്റസ് ആക്റ്റിൻ എന്നാണ് നമ്മൾ പറയാ. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് മുത്തുമാല പോലെ പോയേക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഫിലമെന്റസ് ആക്റ്റിൻ എന്ന് പറയും. മക്കൾ അങ്ങനെയൊക്കെ മീൻസ് വലിച്ചു വാരി എഴുതണ്ട, എഫ് ആക്റ്റിൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിനെ എഫ് ആക്റ്റിൻ എന്ന് റെപ്രസെന്റ് ചെയ്യും കേട്ടോ, എഫ് ആക്റ്റിൻ. അപ്പൊ 2 എഫ് ആക്റ്റിനുകൾ ഉണ്ട് ഇല്ലേ, 2 ഫിലമെന്റസ് ആക്റ്റിനുകൾ ഉണ്ട്, ആണോ? ഇനി ഇവരെ ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അതായത് ഒന്നും കൂടി മിസ് വരയ്ക്കാം. ഇങ്ങനെ ആണ് ഇരിക്കുക. കൂടെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ വരച്ചോളൂ കേട്ടോ. വരയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ കൂടെ വരയ്ക്കാം, മിസ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ വരച്ചെടുത്തെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഈ ഫിലമെന്റസ് ആക്റ്റിന് ഇരിക്കണത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് ഫോമിൽ മൂവ് ചെയ്തിട്ടാണ് ഈ ആക്റ്റിന് ഇരിക്കുക. ഓക്കെ അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ എഫ് ആക്റ്റിനുകൾ. ഇവിടെ ഇരിക്കുന്ന എഫ് ആക്റ്റിനാണിത്, ഇതും എഫ് ആക്റ്റിനാണ്. ഓക്കെ, ഇത് രണ്ടും എഫ് ആക്റ്റിനാണ്. ഇനി ഇതിനെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് ഒരാൾ പോണുണ്ട്. ഓക്കെ, ഇതിനിങ്ങനെ ചുറ്റി ഒരാൾ ഇവരുടെ കൂടെ പോണുണ്ട്. അതാണ് എന്ത്? ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ ആണ് ഇവരെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പോണ ആൾക്കാർ. ഓക്കെ അല്ലേ? ട്രോപ്പോമയോസിൻ എന്ത് ചെയ്യും? ഇവരെ ഇങ്ങനെ ചുറ്റി പോണ ആൾക്കാരാണ് ട്രോപ്പോമയോസിൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അകത്ത് നമുക്ക് വേറെ ആൾക്കാരെ കാണാം. ഇങ്ങനെ കാണാൻ പറ്റുമോ? ഈ കളർ കൊണ്ട് മിസ് വരച്ച കാണാൻ പറ്റുമോടാ? പറ്റുമോ ടീച്ചറെ? വേറെ കളർ വെച്ച് വരയ്ക്കുക, പച്ച എടുക്കുക അല്ലേ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇപ്പൊ കാണാലോ ഇല്ലേ? ഇങ്ങനെ 3 സെറ്റായിട്ട് ഒരാളും കൂടി ഇവരുടെ കൂടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ 3 ആയിട്ട് കണ്ടില്ലേ? ഇതേപോലെ ഒരാളും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ അടുത്ത പ്രോട്ടീൻ. ഏതാത്? ട്രോപ്പോണിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ പ്രോട്ടീനുകൾ ഇരിക്കുന്നത്. ഈ ഇങ്ങനെ ബീഡ്സ് പോലെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആക്റ്റിൻ. ഫിലമെന്റസ് ആക്റ്റിൻ ആയതുകൊണ്ട് നമ്മൾ അവരെ എഫ് ആക്റ്റിൻ എന്ന് വിളിച്ചു. അവരെ ചുറ്റിപ്പറഞ്ഞാണ് ട്രോപ്പോമയോസിൻ ഇരിക്കണേ. അതിന്റെ കഴിഞ്ഞ് ഒരു 3 സെറ്റ് ഓഫ് ആയിട്ട് ആൾക്കാരായിട്ട് ഇരിക്കുന്നതാണ് എന്ത്? ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ? അവരാണ് ട്രോപ്പോണിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെറ്റാണോ മക്കളെ? കിട്ടിയില്ലേ എങ്ങനെയാന്ന്? മിസ് നേരത്തെ ട്രോപ്പോസിൻ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ട്രോപ്പോസിൻ അല്ല, ട്രോപ്പോണിൻ ആണ് കേട്ടോ. മിസ് പെട്ടെന്ന് മാറിപ്പോയതാണ്. ട്രോപ്പോണിൻ ആണേ. ഒന്ന് തിരുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിന് ഓർമ്മയില്ല എന്താണ് പറഞ്ഞതെന്ന്. ട്രോപ്പോസിൻ ആണെങ്കിൽ അത് ട്രോപ്പോണിൻ ആക്കുക. അതാണ് വേറൊരു പ്രോട്ടീൻ. അപ്പൊ 3 ആൾക്കാരും കൂടി ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാണ് തിൻ ഫിലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ? ഇതാണ് തിൻ ഫിലമെന്റ്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒരു ഹായ് കാണിച്ചേ. സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിലേക്ക് ഒന്ന് വെറുതെ കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്കിലൊരു ഡയഗ്രാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കണ്ടില്ലേ മുകളില്?
മുകളിൽ ഇത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതാണ് മിസ് അതിനകത്ത് വരച്ച് കാണിച്ച എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ മിസ്, ഓക്കെ. അതാണ് മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ നമ്മളിപ്പോ പഠിച്ച ആൾക്കാരാണ് തിൻ ഫിലമെന്റ് എന്ന് പറഞ്ഞ. ഓക്കെ, തിൻ ഫിലമെന്റ് ആണ്. ഇനി ഈ കാണുന്നതാണ് തിക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ എന്ന് പറഞ്ഞ. മയോസിനെയാണ് നമുക്ക് താഴെ ഒരു പാമ്പ് പോലെ അല്ലെ, ഒരു അതിനൊരു ഹെഡ് പോർഷൻ ഉണ്ട് അല്ലെ, ഹെഡ് പോർഷൻ കാണാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു ഷോർട്ട് ആം ഉണ്ട്, അതേപോലെ ടെയിൽ പോർഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ മയോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പാമ്പിന്റെ പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് മയോസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അവിടെ എന്ത് കാണാം? അവിടെ നമുക്കൊരു ഹെഡ് പോർഷൻ കാണാനായിട്ട് പറ്റും, അതേപോലെ ഒരു വാൽ കഷ്ണം പോലെ അല്ലെ, ഒരു വാല് പോലെ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ട് തിക്കിന്റെയും തിന്നിന്റെയും സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. കിട്ടിയില്ലേ? തിക് ഫിലമെന്റ് എങ്ങനെയാണ്, തിൻ ഫിലമെന്റ് എങ്ങനെയാണെന്ന് മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അതിനകത്തിരിക്കുന്ന പ്രോട്ടീനുകൾ. സെറ്റ് ആണെങ്കിൽ ഒരു ഹായ് കാണിക്കുക, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം. ഓക്കെ, ഇനി ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് അല്ലെ, പച്ച കളറിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. പച്ച കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മക്കളെ. എന്താ മാർക്ക് ചെയ്തേക്കണേ? അവിടെ മിസ് പറയാത്ത രണ്ടാൾക്കാരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണുന്ന ഈ പോർഷനുകൾ കണ്ടോ? അവിടെ ഒരു ബൈൻഡിങ് സൈറ്റ് കാണാം അല്ലെ, അവിടെ ഒരു ബൈൻഡിങ് സൈറ്റ് കാണാം. എന്തിന്റെയൊക്കെ ബൈൻഡിങ് സൈറ്റാ കാണാൻ പറ്റുന്നേ? എന്തിന്റെയൊക്കെ ബൈൻഡിങ് സൈറ്റാ കാണാനായിട്ട് സാധിക്കുക? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, അതേപോലെ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. അപ്പൊ മയോസിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന സൈറ്റ് ആണ് ഏത് സൈറ്റാ കാണാൻ പറ്റുന്നത്? ആക്റ്റിന് ബൈൻഡ് ചെയ്യാൻ, ആക്റ്റിന് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സൈറ്റ് നമുക്ക് എവിടെ കാണാം? മയോസിനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ആക്റ്റിന് ബൈൻഡ് ചെയ്യാനായിട്ട് മയോസിനിൽ ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട് അല്ലെ, ATPക്കും എന്തുണ്ട്? അവിടെ ഒരു സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇനി ഈ ATP ബൈൻഡിങ് സൈറ്റിനകത്ത് ഒരാളുണ്ട്, അതാണ് ATPase എന്ന് പറയുന്ന എൻസൈം എവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ ATP ബൈൻഡിങ് സൈറ്റ് കയറി ഇരിപ്പുണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ മയോസിനകത്ത് രണ്ട് സൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആക്റ്റിൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റ്, അതേപോലെ തന്നെ ATP ബൈൻഡ് ചെയ്യുന്ന സൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച തിൻ ഫിലമെന്റിന്റെ ആൾക്കാരുണ്ട് അല്ലെ, അതായത് ആക്റ്റിന്റെ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ആക്റ്റിന്റെ ഫിലമെന്റസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആ മോളിൽ കാണുന്ന ആൾക്കാർ. ഇവരിനകത്തും ഉണ്ട് ശരിക്കും ബൈൻഡിങ് സൈറ്റുകൾ. ഇവരിനകത്തും ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ട്. ഈ മൂന്നും ഒത്തുപോലെ ഇരിക്കുന്ന ട്രോപ്പോണിൻ ഇരിക്കുന്ന അവിടെ ഒരുപാട് സൈറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ട്രോപ്പോണിന്റെ അടിയിൽ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അത് ആർക്കുള്ള ബൈൻഡിങ് സൈറ്റ് ആയിരിക്കും? ഒരാളെ വിളിക്കുന്നത്. ആർക്കുള്ള ബൈൻഡിങ് സൈറ്റ് ആയിരിക്കും? ഈ ട്രോപ്പോണിന് അടിയിൽ നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റിനകത്ത് ഒരു സൈറ്റ് കാണാനായിട്ട് സാധിക്കും. ആരുടെ ആയിരിക്കും ഇവിടെ? ആരാണ്? റമീൻ ആണോ? അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാ? അതെ. ഇന്ന് സ്കൂളുണ്ടോ? ഇല്ല. അപ്പൊ സുഖമായി, സമാധാനായില്ലേ? 2 ദിവസം സുഖമായിട്ടിരിക്കാം. അതോ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആയോ? തന്നിട്ടില്ലേ? +1 കാരായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഞാൻ +2 ആയിരുന്നു കൊടുത്തു പെട്ടെന്ന്. ഓക്കെ, അപ്പൊ സുഖമാണ്. 2 ദിവസമായിട്ട് വലിയ പണിയൊന്നും ഇല്ല. എക്സാം ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നും ഇല്ല തിങ്കളാഴ്ച? ഇനി വ്യാഴാഴ്ച ക്ലാസ് ഉള്ളൂ. അത്രയും ദിവസം ഓഫാ? അടിപൊളി, കൊള്ളാലോ. എലക്ഷൻ പ്രമാണിച്ച് അല്ലേ? എലക്ഷൻ 18 വയസ്സ് താഴെയുള്ളവർക്കാണ് അതിന്റെ ഗുണം അല്ലേടാ? സുഖായിപ്പോയി. അപ്പൊ ഇരുന്ന് പഠിച്ചോളണോട്ടാ ഇതാ ദിവസം. അതോ ഇനി വല്ല എവിടെയെങ്കിലും പോവാനൊക്കെ പ്ലാൻ ചെയ്യോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? എന്ത് ചെയ്യും? ഇല്ല, പഠിക്കും. അത് തന്നെ, അതാണ് മിസ്സിനെ കേൾക്കണ്ട, പഠിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് പറഞ്ഞു അല്ലെ, നമ്മുടെ ആക്റ്റിനകത്ത് നമ്മുടെ മയോസിനിലെ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അത് ഇവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുകളിൽ ഒരു ബൈൻഡിങ് സൈറ്റ് മിസ് മാർക്ക് ചെയ്ത് തന്നു, ആ ട്രോപ്പോണിന്റെ അടിയിലായിട്ട്. അത് തിരിക്കാനുള്ള സ്ഥലമായിരിക്കും? അത് ആരുടെ ബൈൻഡിങ് സൈറ്റ് ആയിരിക്കണം?
അങ്ങനെ ചോദിക്കില്ല മിസ്സേ അല്ലേ? സ്കൂളിൽ എടുത്തായി ചാപ്റ്റർ എടുത്തായിരുന്നു, അപ്പൊ കേട്ടില്ലേ? മിസ് പറഞ്ഞില്ലേ? മിസ് പറഞ്ഞില്ല അല്ലേ? ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കാര്യം മിസ് പറഞ്ഞു തരില്ലല്ലോ, അതല്ലേ? എന്നിട്ട് ഈ മിസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നല്ലേ നീ ആലോചിക്കണേ? ഒരാളെ എങ്ങനെ വിളിക്കും മിസ്സേ? സാരില്ല, പോട്ടെ. അക്ഷിത്. ഈ മിസ് എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറയണേ എന്നാണ് അക്ഷിത് ആലോചിക്കണേ, അല്ലേടാ? അല്ല അല്ലെ, ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടില്ല, പിന്നെ ഈ മിസ്സിന് എന്തിന്റെ എന്താണ് ഇവിടെ നിന്ന് ഇതൊക്കെ പറയണേ? അവനെന്നെ ചെയ്യുന്നത് വെറുതെ സമയം കളയാനാണ് മിസ് ഈ പറയണേ? അല്ല, എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? അല്ല. സെല്ല് പറഞ്ഞപ്പോ എന്തേ ഒരു കാരണം ഉണ്ടായി, അപ്പൊ ഇതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവാണ്ട് മിസ് പറയൂ? ഇല്ല. അപ്പൊ ആർക്കിരിക്കാനായിരിക്കും അവിടെ ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു? ആരായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യണേ? അല്ലടാ, പ്രോട്ടീൻ ആയിട്ടല്ല. ഇവിടെ നോക്കിയേ, മയോസിൻ ഒരു സൈറ്റ് ഉണ്ട് അല്ലെ, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, അതായത് ആക്റ്റിൻ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സൈറ്റ്. അപ്പൊ ആക്റ്റിനകത്ത് ഉണ്ടാവേണ്ടത് ആരുടെ സൈറ്റ് ആയിരിക്കും? അറിയില്ല, വിട്ടേക്ക്. ആർക്കെങ്കിലും പറയാമോ? മിസ് പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്, ഏകദേശം ഉത്തരം ഇതിനകത്തുണ്ട്. ഒരാളെ വിളിച്ച് മിസ് ആരൊക്കെയോ റേസ് ചെയ്തിട്ടുണ്ട്. അഫ്ഷാനെ. ബൈൻഡിങ് സൈറ്റ് ഇടാ. ആരുടെ ബൈൻഡിങ് സൈറ്റാ? ബൈൻഡിങ് സൈറ്റാന്ന് മിസ് പറഞ്ഞില്ലേ? ആർക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആയിരിക്കും ആക്റ്റിനില്? അതെന്താണത്? സാരില്ല, പോട്ടെ. ബൈൻഡിങ് സൈറ്റ് ആണ് ഈ ട്രോപ്പോണിന്റെ അടിയിൽ ഇരിക്കണേന്ന് ഞാൻ പറഞ്ഞു. ആർക്ക് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സൈറ്റ്? ആരൊക്കെ അവിടെ നിന്ന് കൈ കാണിക്കണ മിസ്സേ? വിളിക്ക്. ആബയാണോ? എന്താടാ? മിടുക്കി, മയോസിൻ. അവിടെ കൈ കാണിച്ച് പിടിക്കാണ്ട. ഓക്കെ, കൈ കാണിച്ച വേറെ ആൾക്കാർക്ക് ഉത്തരം അറിയാന്ന് മിസ്സിന് അറിയാം, അവർക്കും ഓക്കെ, വെരി ഗുഡ്. അതായത് ഇവിടെ ആക്റ്റിന് ഇരിക്കാനായിട്ട് മയോസിനില് സ്ഥലം ഉണ്ടെങ്കിൽ, ആക്ടിന് ബൈൻഡ് ചെയ്യാൻ മയോസിനില് സ്ഥലം ഉണ്ടെങ്കിൽ ആക്ടിനിലും കാണണ്ടേ ഈ മയോസിന് ബൈൻഡ് ചെയ്യാണ്ടായിട്ടുള്ള സ്ഥലം? വേണ്ടേ? അപ്പോ ഈ ട്രോപ്പോണിന്റെ അടിയിലിരിക്കുന്ന പോർഷൻ ആർക്കായിരിക്കും? മയോസിൻ ബൈൻഡ് ചെയ്യാനായിട്ട് ആക്ടിനിലുള്ളതായിരിക്കും. മയോസിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിനിലുള്ള പോർഷനാണ് ഈ ട്രോപ്പോണിൻ കൊണ്ട് മറച്ചു വെച്ചേക്കണേ, അല്ലെ? എന്താ ആവശ്യം ഇരിക്കണം? വല്ല ആവശ്യമുണ്ട് ഈ ട്രോപ്പോണിന്റെ അവിടെ കയറി ഈ സൈറ്റ് കാണാണ്ടാക്കണ്ടേ? അതിനും ആവശ്യമുണ്ട്, അതിനും കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോട്ടീന്റെയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായെങ്കിൽ ഒരു വേവ് തരാം കേട്ടോ. ഒന്ന് വേവ് ചെയ്യാം. ഓക്കെ, ഒന്ന് വേവ് ചെയ്യാം. വേവ് ചെയ്തേ. ആരുല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി, പിന്നല്ല. ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കോൺട്രാക്ഷൻ മിസ് എടുത്തു കഴിഞ്ഞാൽ മസിൽ കോൺട്രാക്ഷൻ ആണ് അടുത്ത ടോപ്പിക്. അതിലേക്ക് ഇപ്പൊ പോയാ എന്തായാലും തീരൂല, പകുതിക്ക് വെച്ച് മിസ് നിർത്തേണ്ടി വരും. പിന്നെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും മിസ് തുടങ്ങി കഴിഞ്ഞ് ഈ സമയം അവിടെയും പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ രണ്ട് ചെറിയ കാര്യങ്ങൾ നോക്കാം. റെഡ് ഫൈബേഴ്സ്. ഓക്കെ, റെഡ് ഫൈബേഴ്സ് എന്താന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരാളെ വിളിക്കും മിസ്, ഒരാളെ വിളിക്കും. അലക്സേ, അലക്സേ, അലക്സ്. യെസ് ടീച്ചർ. ക്ലാസ് ഉണ്ടോടാ ഇന്ന്? ഇല്ല. എന്താ സന്തോഷം അല്ലേ? ഇനി വ്യാഴാഴ്ച ഉള്ള നിനക്കും? അറിയില്ലേ? സ്കൂളുകാരൊന്നും അറിയിച്ചില്ല? അതെന്താടാ, നീ സ്കൂളിൽ പോവാറില്ലേ? ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ആർക്കുള്ളതാ? താൽക്കാലികമായി ഫോൺ നമ്പർ എടുത്ത് വെച്ചോ? എന്താണോ കാര്യം? എന്തോ? അതൊക്കെ പിന്നെ പറയാം. ശരിയാടാ, ഇത് കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അതെ, നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇവനെ നമുക്ക് നിർത്താം. ഓക്കെ മോനെ. അപ്പൊ മിസ് ചോദിക്കാൻ വന്നത്, നമ്മുടെ ബ്ലഡിനൊക്കെ റെഡ് കളർ, ബ്ലഡ് സെൽസിന് റെഡ് കളർ കൊടുക്കുന്ന ആളെ പറ്റി മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ? ഉണ്ടായിരുന്നില്ലേ നീ ക്ലാസ്സിൽ? എന്റെ ക്ലാസ്സിൽ? അതാരായിരുന്നു?
ഹീമോഗ്ലോബിൻസ്. അപ്പൊ നമ്മുടെ മസിൽസിനകത്തും ഉണ്ട് അതേപോലത്തെ ഒരാള്, അറിയാമോ? മയോഗ്ലോബിൻ. നീ വായിച്ചോ? ഞാൻ വായിച്ചു, ടെക്സ്റ്റിലുണ്ട് മിസ്സേ, അല്ലേ? ടെക്സ്റ്റിലുള്ള കാര്യം ഞാൻ വായിച്ചു, മിസ് ചോദിക്കണേന് മുന്നേ പഠിക്കാൻ. ഓക്കേടാ, ശരി, കിട്ടിയത് മിസ്. അപ്പൊ അതായത് നമ്മുടെ ഫൈബേഴ്സ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. റെഡ് ഫൈബർ ഉണ്ട്, വൈറ്റ് ഫൈബർ ഉണ്ട്. ഓക്കെ, നമ്മൾ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പഠിച്ചതുപോലെ റെഡ് ഫൈബർ ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? വൈറ്റ് ഫൈബർ ഉണ്ട്. അപ്പൊ ഈ റൈറ്റ് ഫൈബറിന് ഈ ഒരു കളർ, റെഡ് കളർ കൊടുക്കുന്ന ഓക്സിജൻ സ്റ്റോറിംഗ് ആയിട്ടുള്ള പിഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മയോഗ്ലോബിൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ ഉള്ള ഈ ഒരു റെഡ് കളർ പിഗ്മെന്റ് മയോഗ്ലോബിൻ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് കളർ വന്നേ? റെഡ് കളർ വന്നേ. റെഡ് ഫൈബറിന് റെഡ് കളർ വരാനായിട്ടുള്ള കാരണം ഈ മയോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ഹീമോഗ്ലോബിൻ പോലെ തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിനകത്ത് എന്തുണ്ട്? നമ്മുടെ മയോഗ്ലോബിനകത്ത് ഈ മസിൽസിന് കൊടുക്കാനായിട്ട് റെഡ് കളർ കൊടുക്കാനായിട്ടുള്ള കുറച്ച് മസിൽസ്, കുറച്ച് റെഡ് അപ്പിയറൻസ് കൊടുക്കാനായിട്ടുള്ള മയോഗ്ലോബിന്റെ ഹൈ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മസിൽസ് റെഡിഷ് കളറായിട്ട് ഇരിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ ആണോ? അതേപോലെ ഇവർക്ക് ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഒരുപാട് ഓക്സിജൻ നിറഞ്ഞ് അതിനകത്ത് ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടി. റെഡ് ഫൈബേഴ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മൈറ്റോകോൺട്രിയ പ്രസന്റ് ഉണ്ട്. കാരണം അവർക്ക് ഒരുപാട് ATP ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മസിൽസിനകത്ത് ഒരുപാട് ATP വേണം, എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മയോഗ്ലോബിൻ എന്തായിരിക്കും? മയോഗ്ലോബിനകത്ത് അല്ലെങ്കിൽ റെഡ് ഫൈബേഴ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്ത്? ഒരുപാട് മൈറ്റോകോൺട്രിയകൾ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇവരുടെ അതിനകത്ത് ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയറോബിക് മസിൽസ്. അതായത് എയറോബിക് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ആരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? എയറോബിക് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ ആയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എവിടെ എയറോബിക് കണ്ടാലും അവർക്ക് എന്തുണ്ട്? ഓക്സിജൻ ആയിട്ട് എന്തോ പങ്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ റെഡ് ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജന്റെ സഹായത്തോടു കൂടി ATP സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ എയറോബിക് മസിൽസ് എന്ന്. ഓക്കെ, എയറോബിക് മസിൽസ് എന്ന് വിളിക്കാൻ കാരണം അവർ ഓക്സിജൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സിന്തസിസ് നടത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവർക്ക് എന്താ? ഇവർക്ക് പ്രൊലോങ്ഡ് കോൺട്രാക്ഷൻ നടത്താനായിട്ട് പറ്റും. ഭയങ്കര പെട്ടെന്ന് സെൽസ് ഒക്കെ എന്താണ് വീക്ക് ആവാണ്ട് ഒരുപാട് നേരം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്ഷൻസ് നടത്താൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം എന്താ? ഇവരിനകത്ത് ATP ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് പെട്ടെന്ന് കുറെ നേരം എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവായിട്ട് കോൺട്രാക്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവർക്ക് പ്രൊലോങ്ഡ് കോൺട്രാക്ഷൻ വിത്തൗട്ട് ഫാറ്റീഗ് എന്ന് പറയാൻ കാരണം. ATP ഒരുപാടുണ്ട്, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാൻ ഇവർക്ക് കുറെ നേരം നിൽക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ആൾക്കാരാണ് വൈറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? വൈറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. നേരത്തെ കണ്ടത് റെഡ് ആണെങ്കിൽ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഇവര് കുറച്ച് എന്താണ്? ഇവരിനകത്ത് മയോഗ്ലോബിൻ വളരെ ചെറിയ എമൗണ്ടിലാണ് നമുക്ക് മയോഗ്ലോബിനെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലേ? ഒരുപാട് ചെറിയ എമൗണ്ടിലാണ് നമുക്ക് ഇവരിൽ മയോഗ്ലോബിൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എന്തില്ലാത്ത അധികം റെഡിഷ് കളർ ഒന്നും ഇല്ലാണ്ട് വൈറ്റ് ഫൈബേഴ്സ് ആവാനായിട്ടുള്ള കാരണം. മറ്റേതിനകത്ത് ഒരുപാട് മയോഗ്ലോബിൻ നമുക്ക് നേരത്തെ റെഡ് ഫൈബേഴ്സിൽ കണ്ടു, അപ്പൊ അവർക്ക് റെഡ് കളർ വന്നു. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് എന്തില്ല? റെഡ് പിഗ്മെന്റ് കൊടുക്കാനായിട്ടില്ല. സെറ്റല്ലേ മക്കളെ? ഇവർക്ക് റെഡ് കളർ കൊടുക്കാനായിട്ടില്ല. എന്താണ്? ഓക്കെ, എന്ന് പറഞ്ഞൊന്ന് തിരുട്ടെ കേട്ടോ. അപ്പോ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും സ്മോൾ നമ്പർ മൈറ്റോകോൺട്രിയ ആണ് കാണുന്നത്. ആൻഡ് ദേ ഡിപ്പെൻഡ് ഓൺ അനൈറോബിക് റെസ്പിറേഷൻ. ഇവർക്ക് ഓക്സിജൻ ഇല്ലാണ്ടാണ് ഇവര് എന്താണ് റെസ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വിളിക്കാം ദേ ആർ അനൈറോബിക് റെസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈറ്റോകോൺട്രിയയുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവരിനകത്ത് ATP അധികം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് എന്താവും? ഫാറ്റീഗ്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ വൈറ്റ് ഫൈബറും റെഡ് ഫൈബറും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ മിസ് കോൺട്രാക്ഷൻ ആയിരിക്കും കേട്ടോ എടുക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? അല്ലേ?